ഹായ് ഫ്രണ്ട്സ്, ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മുട്ടയൊന്നും ചേർക്കാത്ത നല്ല ടേസ്റ്റോട് കൂടിയത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു 1.5 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അരിപ്പയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണും കൊക്കോ പൗഡറും ഒരു 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് 3 പ്രാവശ്യം വേണമെങ്കിൽ ഒന്ന് നമുക്ക് അരിച്ചെടുക്കാം, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അരിച്ചെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഒന്ന് നല്ല രീതിയിലൊന്ന് സെറ്റ് ആവണവരേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒന്ന് മാറ്റി വയ്ക്കുക. ഇനി ഒരു ഡ്രൈ ആയ ബൗളെടുത്ത് അതിലേക്ക് 1 കപ്പ് പുളിയില്ലാത്ത തൈരും ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര നന്നായിട്ട് ഈ തൈരിലൊന്ന് ലയിക്കണ വരേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്ത് വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഓയിലൊന്നും വേറിട്ട് നിൽക്കാതെ എല്ലാം ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ സെറ്റ് ആവണ വരേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു ക്രീമി ടെക്സ്ചർ ആവണ വരേക്ക് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ കണ്ടോ, ഇതൊരു നല്ല ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മളിനി ഓവൻ സെറ്റപ്പ് ഒരു സ്റ്റൗവിലാണ് വെക്കുന്നത്. ഒരു പഴയ പാത്രം വെച്ച് അതിൻ്റെ മുകളിൽ റിങ് വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ നമുക്കൊന്ന് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ നമുക്കിത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്കിത് എഗ്ഗൊന്നും ചേർക്കാത്തതുകൊണ്ട് ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡൊന്നും വേണ്ട. നമുക്ക് സ്പൂണോ സ്പാച്ചിലോ അല്ലെങ്കിൽ വിസ്ക് എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടിത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ചു കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൗളിൻ്റെ സൈഡിലൊക്കെ പൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ വളരെ എളുപ്പത്തിൽ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സായി കിട്ടും. അങ്ങനെ നമ്മുടെ ബാറ്ററൊക്കെ അപ്പോൾ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ വിനീഗർ ഉണ്ടെങ്കിൽ അതൊന്നും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളെ ബാറ്ററൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിൽ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡിൽ നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് 4-5 പ്രാവശ്യം ടാപ്പ് ചെയ്ത ശേഷം നമ്മുടെ നേരത്തെ തയ്യാറാക്കിയ ഓവൻ സെറ്റപ്പിലേക്ക് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 50 മിനിറ്റ് വരെ ഒന്ന് കേക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഒരു 50 മിനിറ്റ് ആയപ്പോഴേക്കും എൻ്റെ കേക്കൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് തണുത്തതിന് ശേഷം ഇതൊന്ന് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് നന്നായി സ്റ്റിഫായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ലെയറിലും ആ വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. പിന്നെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് അതിൽ ഞാൻ ചോക്ലേറ്റ് ഗണേഷൻ എടുക്കുന്നത് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 1/2 കപ്പ് ചോക്ലേറ്റും കൂടി ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താണ്. അത് ഓരോ ലെയറിലും ഫില്ലിങ്ങിന് വേണ്ടി അത് കൊടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിലൊന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ.